അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് കൊറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെക്കൻഡ് ബേബി ക്യാരിങ് ആണെന്ന് അറിഞ്ഞപ്പോ ഉള്ള ഒരു റിയാക്ഷൻ. സെക്കൻഡ് ബേബി നെയിം സെക്കൻഡ് ബേബിക്ക് ഞങ്ങള് പേരിട്ടുള്ള ഞങ്ങളെ കൂട്ടത്തിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലുവയിൽ തെണ്ടിത്തിരിഞ്ഞ് നടന്ന ആദർശിനെയും ശ്യാമേനെയും കൊണ്ടുവരുന്ന. അടുത്ത ക്വസ്റ്റ്യൻ, ടീന ചേച്ചിയുടെ ഹെയർ സീക്രട്ട് എന്താണ്? ഹായ് ഫ്രണ്ട്സ്, ഹായ് എല്ലാവർക്കും ടോം ടീന വൈബ്സിലേക്ക് സ്വാഗതം. ഞാൻ ടീന, ഞാൻ ടോം. ഞങ്ങള് കൊറേ ദിവസമായിട്ട് ഒരുമിച്ച് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഒരുമിച്ച് വരാൻ പറ്റിയത്. കോവിഡ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വരാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട്. അതിന് മുന്നേ നിൽക്കുന്ന പറയുന്നത് നമ്മുടെ ചാനൽ എല്ലാരും സുഖമായിട്ടിരിക്കുന്നില്ല, എല്ലാരും സേഫ് ആയിട്ടിരിക്കുന്നില്ല എന്ന് ചോദിക്കാൻ. എല്ലാരും സുഖമായിട്ടിരിക്കുക. ഇവിടെ ആബേലും കുഞ്ഞാവേ ഞങ്ങളും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനലില് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും താങ്ക്സ്, ഭയങ്കര താങ്ക്സ്. സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട് അതില്. അപ്പൊ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചാനൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കുകൾ ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ അതിൽ പോയി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ അപ്ഡേറ്റഡ് ഫോട്ടോസും വീഡിയോസും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ അതിൽ കൂടുതലായിട്ട് അറിയാൻ പറ്റും നിങ്ങൾക്ക്. അപ്പൊ നമ്മള് ഇന്ന് ഒരുമിച്ച് വന്നേക്കുന്നത് കുറെ നാളുകളായിട്ട് എല്ലാരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു എപ്പിസോഡുമായിട്ടാണ് അല്ലെ. അത് എല്ലാരും ഞങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമോ ചോദിക്കാന്ന് ഞങ്ങൾക്ക് സംശയമായിരുന്നു. പക്ഷെ കുറെ ക്വസ്റ്റ്യൻസ് അല്ലെ, ക്വസ്റ്റ്യൻ ആൻസർ എപ്പിസോഡ്. ഇൻസ്റ്റാഗ്രാമിൽ നിന്നുണ്ടായിരുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടായിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട്. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? തുടങ്ങാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഒറ്റ പാർട്ടായിട്ട് തീരില്ല അല്ലെ, രണ്ട് പാർട്ടായിട്ട് എടുക്കേണ്ടി വരും മിക്കവാറും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ എപ്പിസോഡ് പാർട്ട് 1 എല്ലാവർക്കും സ്വാഗതം. അത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അത് കുറച്ചായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതൊക്കെ ഞങ്ങൾ മാറ്റിയിട്ട് മെയിൻ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിൻ ഫോർ ഈച്ചറിനെ പറ്റിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ അതിൽ നിന്ന് ഒരേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടാണല്ലോ. അപ്പൊ ഞങ്ങൾ അത് ഇരുന്ന് എഴുതിയെടുത്തു. ആളുകളുടെ പേരും കൂടി എഴുതണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറച്ച് സമയം കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് എഴുതി. രണ്ട് പിള്ളേര്, ഒരാൾ ഉറങ്ങുമ്പോ ഒരാൾ എണീക്കും, പിന്നത്തെ ആൾ ഉറങ്ങുമ്പോ മറ്റേ ആൾ എണീക്കും. അപ്പൊ രണ്ട് ഭാരങ്ങളായിരുന്നു. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും വായിച്ചു കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും വായിച്ചിട്ടാണ് നമ്മള് കുറച്ച് എഴുതിയെടുത്തേക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ടോണടുത്ത്, നമ്മൾ രണ്ടുപേരുടെ ഹു ഈസ് മോർ റൊമാൻറ്റിക്? ഞാനാണ്. അല്ല ശരിയല്ലേ? അത് ടോണാണ്. പക്ഷെ അങ്ങനെ ആണോ സംശയമുണ്ട് എനിക്ക്. ടോണ റൊമാൻറ്റിക് ഫിലിംസ് ഒന്നും കാണാനായിട്ടൊന്നും വലിയ ഇഷ്ടമല്ല. എന്നിട്ടാണ് മോർ റൊമാൻറ്റിക് എന്ന് പറയുന്നത് കേട്ടോ. ചില സമയത്തൊക്കെ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെയ്ഡ് ഫോർ ഈച്ച് അതർ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക്? മെയ്ഡ് ഫോർ ഈച്ച് അതറിലെ എല്ലാ ടാസ്കും ഡിഫിക്കൽട്ട് ആയിരുന്നു. അല്ല, എല്ലാ ടാസ്കും ഡിഫിക്കൽട്ട് ആയിരുന്നു, എല്ലാ ടാസ്കും നല്ലതായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് പൊയ്ക്കാലില്. രാജസ്ഥാനിലല്ല, കൂർഗില്. അത് ഭയങ്കര ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അവിടെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട് ഞാൻ ഒരു അടി പോലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നീങ്ങിയിട്ടില്ല. പക്ഷെ ടാസ്കിന്റെ സമയത്ത് ഞാൻ ലാസ്റ്റ് വരെ പോയി. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് മാലയിട്ടില്ലേ, ഒറ്റയ്ക്ക് പോയി. അതെ, രണ്ടുപേരും കൂടെ ആവുമ്പോ പിന്നെയും ബാലൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒറ്റയ്ക്ക് പോയി നടന്നിട്ട് ഞാൻ മാലയിടുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. അതാണ് എനിക്ക് ഭയങ്കര അടുത്തത്. ഇനിയും നിങ്ങളിൽ ആരാണ് ആദ്യം വഴക്കുണ്ടാക്കുന്നത്, കോംപ്രമൈസ് ചെയ്യുന്നത്? പിന്നെ ഞാനല്ല കോംപ്രമൈസ് ചെയ്താൽ ഞാൻ തന്നെ. ഞാൻ വഴക്കുണ്ടാക്കുന്നത് ദേഷ്യം കൂടുതൽ തോന്നണം. അപ്പൊ ഊഹിക്കാൽ ആരായിരിക്കും ആദ്യം വഴക്കുണ്ടാക്കുന്നത്. ഇവിടെയാണ് ദേഷ്യം ഇരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ വഴക്കുണ്ടാവും. പക്ഷെ കോംപ്രമൈസ് ചെയ്യും ഞാൻ തന്നെ. ഇപ്പൊ കൊറേ മാറ്റമുണ്ട് കേട്ടോ. ഇപ്പൊ വഴക്ക് കുറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മാറ്ററായിട്ട് ടീന വരും. അത് ഞാനതിൽ ഇടപെടും. പിന്നെ അത് കൂട്ടത്തെല്ലാം. പിന്നെ ഞങ്ങൾ തിരിഞ്ഞും വീണ്ടും സ്നേഹത്തോടെ വരും. അതാണ് ഞങ്ങളുടെ ഡെയിലി പ്രോസസ്. വഴക്കുണ്ടാവാറുണ്ട് കേട്ടോ, അത് സത്യം. വഴക്കൊക്കെ ഉണ്ടാവും. ഇനി എന്റെ ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ടാസ്ക് ഇൻ മെയ്ഡ് ഫോർ ഈച്ച് അതർ? ഫേവറേറ്റ് ടാസ്ക് എന്താ, നമ്മുടെ ടീച്ചിങ് ടാസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ടീച്ചിങ്
സ്കൂളിൽ പഠിപ്പിച്ചത്. അത് കൊറേ കമന്റ് വന്നു, അതില് നല്ല കൊറേ കമന്റ് വന്നു. പിന്നെ ഫാമിലി എപ്പിസോഡ് അത് ഭയങ്കര നല്ലതായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വേറൊരാൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത എപ്പിസോഡായിരിക്കും. ഞാനും അലോകും തമ്മിലുള്ള ഇതിന്റെ വലിക്കണൊരു മിനിക്കോലി ഞാനും അലോകും വലിക്കണ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടാസ്ക്. പക്ഷെ പാവം അലോക് നമ്മുടെ ചങ്കാണ്ട പാവത്തിന് ഏറ്റവും വിഷമം. ഞാൻ കരഞ്ഞൊരു അത് പക്ഷെ തോന്നുന്നു ജയിക്കുമെന്ന് കണ്ടു നിൽക്കണ ആരും പക്ഷെ പെട്ടെന്ന് പ്രതീക്ഷിക്കില്ലല്ലോ. അപ്പൊ അത് തോന്നുന്നത് ഭയങ്കര ഒരു വിക്ടറി ആയിരുന്നു. കൊള്ളാം. അടുത്തത് ഇനിയും എനിക്ക് മനസ്സിലാവണില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബോത്ത് ഓഫ് യുവർ ഏജ്. അത് എനിക്കും അറിയാം. പക്ഷെ കറക്റ്റ് ഏജ് എനിക്കറിയാം. എവിടെ പറ്റിക്കാണെന്ന് എനിക്ക് സംശയമുണ്ട്. കറക്റ്റ് ആയിട്ട് ഏജ് പറയാം. ടോന 80s കിട്ടാണ്, ഞാൻ 90s കിട്ടാണ്. അത്രേ ഉള്ളൂ. ഞാൻ എന്നുവെച്ചാൽ ടോന 90s കടന്നില്ല. ടോന 1980 ആ ഇതിലുള്ളതാണ്. 1989 മാർച്ച് 28. ഞാൻ ജൂൺ 20, 1991. അതായത് അതായത് ഞങ്ങൾ തമ്മില് രണ്ട് പറയട്ടോ. അപ്പൊ ഞാൻ 29 years old. ഞാൻ 30 years old. 33 34 31 കേട്ടാ. 32 അതെങ്ങനെ 89 31 ആണ്. 31 ആണ്. ഓക്കെ. അപ്പൊ ഞാൻ 29 ടോനന് 31 നമ്മൾ പറയണേ. ഓക്കെ. അടുത്തത് ക്വാളിഫിക്കേഷൻ. ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് ചോദിക്കാൻ പാടാത്തൊരു ക്വസ്റ്റ്യൻ ആയി പോയി. എങ്കിലും ഞങ്ങൾ പറയാം. ഞാൻ MBA ക്വാളിഫൈഡ് ആണ്. ഞാൻ BSc മാത്സ്. അത് ഏറ്റവും സുന്ദരികൾ പഠിക്കുന്ന സെന്റ് ജോസഫ് കോളേജിൽ. പക്ഷെ 10 വയസ്സോടെ മാത്സിനെ പറ്റി ചോദിച്ചിട്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ MS ഇപ്പോഴും എടുക്കാത്തത്. ചില സമയത്ത് ടീമിനെ കണക്കൂട്ടിൽ തെറ്റിപ്പോണ്ട്. അതെ, കണക്കൂട്ടിൽ തെറ്റിപ്പോകുന്നുണ്ട്. അടുത്തതിന് ടോനല്ലേ ചോദിക്കണ്ടേ? അല്ല, ഞാനാ ചോദിക്കണ്ടേ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ പ്രചോദനം? ഇൻസ്പിറേഷൻ. ടോനാണ്, ഞാനാണ്. എന്നാലും അതല്ല പറ. പ്രചോദനം എനിക്ക് പ്രചോദനം ഉണ്ടായില്ല. ഇവിടെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന അങ്ങനെ തുടങ്ങിയതാ. അതല്ലോ ഞങ്ങളപ്പോ ഇവർക്ക് ഇങ്ങനെ ഈ കമന്റ്സ് വായിക്കാനായിട്ട്, ഇങ്ങനെ ആളുകളുടെ കമന്റ്സ് എല്ലാവരും ഇങ്ങനെ വായിച്ച് രസിക്കാനായിട്ട് അതല്ല ആളുകളുടെ ഇഷ്ടം. വിഷമമുള്ള കമന്റ്സ് സങ്കടപ്പെടില്ല. ഞാൻ വെച്ച് എന്തിനാ സങ്കടപ്പെടുന്നത്? പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവില്ല. ഇല്ല, വിഷമമുള്ള കമന്റ്സ് പറഞ്ഞല്ല. തടിച്ചെന്ന് പറയുമ്പോ അന്നേരം വിഷമമുണ്ട്. ഇപ്പൊ വിഷമമില്ല. ആ സമയത്ത് അതല്ല, അതുകൊണ്ടല്ല. ലുക്ക് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ കാണാത്ത ആരാണ്. നേരെ നമ്മള് മിനിക്കോ ചെന്ന് കരിവണ്ടായി പോയി. അതാണ് പറ്റിപ്പോയത്. അതിനുശേഷം മിനിക്കോയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു ദിവസം കൊണ്ട് കറുത്ത് കരിക്കട്ടയായി പോയി ഞങ്ങളെല്ലാവരും. അതിനുശേഷം ഞങ്ങളെല്ലാവരും ക്യാമറയിൽ കണ്ടത്. പിന്നെ ആ 4 ഇതിലും അല്ലെ 4 ഷെഡ്യൂളിലും നമ്മളെ നിറം തിരിച്ചു ഇൻസ്പിറേഷൻ. അപ്പൊ നമുക്ക് അതിന്റെ ഇടയ്ക്ക് മഴവിൽ മനോരമ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഒരു നമ്മുടെ ലോക്ക്ഡൌൺ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ഒരു വീഡിയോ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അത് ചെയ്തപ്പോഴാണ് ഞങ്ങൾ 2 വർഷം കഴിഞ്ഞ് മെയിൻ ഫോറീസറിൽ കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കിട്ടിയത്. അപ്പൊ അത് കിട്ടിയപ്പോൾ കൊറേ നല്ല അത് അപ്പൊ നമുക്ക് മനസ്സിലായി നിങ്ങളെല്ലാവരും ഞങ്ങളെ മറന്നിട്ടില്ല, ഭയങ്കര ഇഷ്ടമുണ്ട് എന്നൊക്കെ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു ചാനൽ അങ്ങ് തുടങ്ങിയാലോ, അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇവരായിട്ടൊക്കെ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സംഭവം ശരിക്കും പറഞ്ഞിട്ട് നിമിത്തമായി. ഇത്ര നാൾ കഴിഞ്ഞ എപ്പിസോഡൊക്കെ ഇവിടെ അറിയാലോ. കൊച്ചിനെ വയറ്റിൽ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്തത്. ഇപ്പൊ ഭയങ്കര ആഗ്രഹമുള്ളതാണ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ പറയുള്ളായിരുന്നു. അപ്പൊ ഇപ്പൊ അവിടെ എനർജി ആയിട്ട് നല്ല ഫുൾഫിൽ ആയിട്ട്. അല്ല, ഇപ്പൊ ഞാൻ ഇത് ശരിക്കും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പൊ അത് എല്ലാം പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ എനിക്ക് വന്നത്. അപ്പൊ അതാണ്. അപ്പൊ ആ ലോക്ക്ഡൌൺ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ മനോരമയുടെ ഈ സംഭവം ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയി. In your concept, who should be the title winner in Emmy F4? അതായത് അതിപ്പോ ഞാനും ടീന ആയിരിക്കണം. ഞങ്ങളുടെ പേരിൽ തന്നെ ടോം ആൻഡ് ടീന. അവിടെ തന്നെ ഇതാണ് മാച്ചിങ് ആണ്. വിന്നറായ എന്താ കുഴപ്പം? പിന്നെ ഈ പറഞ്ഞ ഞങ്ങൾക്ക് സാങ്കേതിക തകരാറുകൾ പ്രകടന അതിന്റെ ഇടയ്ക്ക് അത് ഞങ്ങള് അല്ല മെയ്ഡ് ഫോർ
അപ്പൊ ടൈറ്റിൽ വിന്നർ ആവാൻ ഏറ്റവും ആപ്റ്റായ ആൾക്കാർ തന്നെയാണ് ഇപ്പൊ അയക്കുന്നത്. അതാണ് നമുക്ക് തോന്നുന്നുള്ളൂ. പിന്നെ എല്ലാ പൊസിഷനും അതേമാതിരി തന്നെ പിന്നെ എല്ലാരും സൂപ്പറാ. അതുകൊണ്ടാണ് നമുക്ക് ആ 10 പേരായിട്ട് നമുക്ക് പിന്നെ കൊറേയൊക്കെ ലക്കല്ലേ, ഇതൊക്കെ കൊറേ ഗെയിമിന്റെ ആകുമ്പോ കൊറേയൊക്കെ ലക്കല്ലേ, അപ്പൊ അതും ബേസ് ചെയ്ത് അതൊരു പക്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടീന ചേച്ചി ഉണ്ടാക്കുന്ന ഏത് ഫുഡാണ് തോന്നുന്നത് ഏറ്റവും ഇഷ്ടം? നീ ഏത് ഫുഡ് ഉണ്ടാക്കാറ്? ഇല്ല പറ ഇഷ്ടം. അത് തോന്നാനുള്ള ക്വസ്റ്റ്യനാ. പറ, എന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഏത് ഫുഡ് ഏറ്റവും ഇഷ്ടം എന്ന് പറ. നീ ഉണ്ടാക്കുക. അതിപ്പോ അവർക്ക് ഇഷ്ടമാണ്. അത് തോന്നുന്നു ഇഷ്ടം, ആബലും ഇഷ്ടം, തോന്നുന്നു ഇഷ്ടം. നോൺ വെജ് ഉണ്ടാക്കാറുണ്ട്. നോൺ വെജ് ഉണ്ടാക്കുമ്പോ കൊള്ളാം. പക്ഷെ വെജ് ഉണ്ടാക്കാൻ ഇവിടെ വിളിച്ചു കഴിഞ്ഞാല് അന്ന് പട്ടിണിയായിരിക്കും. അതായത് വെജ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ അനുവദിക്കാറില്ല. ഞാൻ പറഞ്ഞു പക്ഷെ എന്നാലും നല്ലതെന്നായിരിക്കും ഉദ്ദേശിച്ചത്. അടുത്ത് ഞാൻ ചോദിക്കാം, ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ആർക്കാ? അതിപ്പോ ചോദിക്കാനല്ലോ എനിക്ക് ഫാൻസ് ഏറ്റവും കൂടുതൽ അല്ലേ? ശരിയല്ലേ? നിങ്ങളുടെ കമന്റിലൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ടൊമാറ്റോ MF ശേഷം മെയ്ഡ് ഫോർ ഈച്ച് ശേഷം ഇപ്പോഴും ഉണ്ടോന്നാ വിളി? അത് പണ്ടേ ഉള്ളതാണ്. കല്യാണം കഴിഞ്ഞ് തൊട്ട് അങ്ങനെ വിളിച്ചോണ്ടിരുന്ന എന്നെ എങ്ങനെ വിളിക്കണം? ചേട്ടനെ എന്താണ് ഞാൻ വിളിക്കണത്? ചേട്ടാന്ന് വിളിക്കണ, പേര് വിളിച്ചാൽ മതിയോ? അത് ഞാൻ പറഞ്ഞ ടോം ചേട്ടാന്ന് വിളിച്ചത്. പിന്നെ ടോം ചേട്ടാന്ന് ആയത് സംഭവം. ടോം ചേട്ടാന്നാണ് ശരിക്കും. പക്ഷെ ഇങ്ങനെ പ്രത്യേക ഒരു സംസാരത്തിൽ അങ്ങനെ അടുത്ത ദിവസം സെക്കൻഡ് ബേബി ഞങ്ങൾ പേരിട്ടുള്ള ഞങ്ങളെ കൂട്ടത്തിലാണ് ഇവിടെ നടക്കുന്നുണ്ടിരിക്കുന്നത്. ഞാൻ ടീന പല പേരുകൾ പറയും, ഞാൻ വേറെ പേരുകൾ പറയും. അപ്പൊ മൊത്തത്തിൽ പ്രശ്നമായിട്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ഇതിനൊരു സൊല്യൂഷൻ ഞങ്ങൾ കണ്ടുപിടിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ബബ്ലു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് വീട്ടില് പിള്ളിനെ. പാവാട്ട അവൻ വിളിക്കും അങ്ങനെയൊക്കെ. പിന്നെ വൈ ടീന നോട്ട് ലൈക്ക് ട്വിൻ മാരേജ്? എന്തുകൊണ്ട് ടീനക്ക് ഇരട്ട കല്യാണം? അത് ചോദിച്ചു. അടിപൊളി ക്വസ്റ്റ്യൻ. ആരാ ചോദിച്ചത്? ഇരട്ട കല്യാണം അങ്ങനെ ഇരട്ട കല്യാണം നമ്മളിപ്പോ ആരാണെങ്കിലും വിചാരിക്കില്ലല്ലോ ഒരു സ്റ്റേജില് ഒരു മണവാട്ടി. അങ്ങനെയല്ലേ നമ്മുടെ ഒരു, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇരട്ട കല്യാണം. ഒന്നും കൂടിയിട്ടില്ല, കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഇരട്ട കല്യാണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് അതാണ് പെട്ടെന്ന് ഇതാവാന്ന് വെച്ചാൽ ഒരു മണവാട്ടിയല്ലേ ഉണ്ടാവുള്ളൂ ഒരു സ്റ്റേജില്. പിന്നെ അല്ലെങ്കിൽ എല്ലാരും ഫോട്ടോ ഒക്കെ എങ്ങനെ എടുക്കും, ആകെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ പറയാം, ചെക്കനെ ഇരട്ടയ്ക്കാണ്, ഓക്കെ ശരി. എന്റെ ചേച്ചിയുടെ ചേട്ടനും ഇരട്ടയുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇരട്ടയാണ്, ഓക്കെ, അത് കുഴപ്പമില്ല. അവരും ഇരട്ടയിൽ ഒരാളാക്കിയത്. അപ്പൊ പക്ഷെ അവരുടെ കയ്യിലുള്ള സെപ്പറേറ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് കല്യാണം എങ്ങനെ വരും എന്ന് ഭയങ്കര സംശയമായിരുന്നു. അതുകൊണ്ട് ഇരട്ട ഓക്കെ, പക്ഷെ കല്യാണം ഒരുമിച്ച് വേണ്ട എന്നായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞപ്പോ നമുക്ക് ഇഷ്ടമായി. അത് ഇഷ്ടമായി. മെയ്ഡ് ഫോർ ഈച്ച് അതറിലെ ഫേവറേറ്റ് കപ്പിൾ ആരാന്ന്? അങ്ങനത്തെ അതിൽ ഉടായ്പ ക്വസ്റ്റ്യൻ കേട്ടാ. അതൊക്കെ കൊറേ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ കൊറേ ഉണ്ട്. കൊറേ പേർക്ക് അത് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ക്വസ്റ്റ്യൻ ഇടുമ്പോഴും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങള് പണ്ടോട്ട് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ആദർശിന്റെ ശ്യാമിലത്ത. കാരണം ഞങ്ങളില്ലായിരുന്നെങ്കിൽ അവര് ഞങ്ങളില്ലായിരുന്നെങ്കിൽ അവര് തെണ്ടിത്തിരിഞ്ഞ് നടന്ന ആദർശിനെ ശ്യാമേനെയും കൊണ്ടുപോയി ഞങ്ങളാണ് ഞങ്ങളുടെ സ്നേഹം. അപ്പോഴത്തോട്ടെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് അവരുടെ അടുത്താണ്. പിന്നെ ഓരോ എപ്പിസോഡുകൾ അല്ലെങ്കിൽ ഓരോ ദിവസങ്ങൾ കഴിയുന്നത് എല്ലാവരായിട്ട് അടിപൊളി കമ്പനിയാണ് കേട്ടോ. എല്ലാവരായിട്ട് അടിപൊളി കമ്പനിയാണ് എല്ലാരും. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ജെറി ഒക്കെ നമ്മുടെ ചങ്കാണ്. ജെറി എന്റെ അടുത്തും ജെറി ചങ്കാണ്. അതല്ല അല്ലാതെ ചില സമയങ്ങളിൽ ഞങ്ങൾ ഒരേ വേവ് ലെങ്ത്തിൽ പോകും. റാഫിക്കായിട്ടും നല്ല ഇതിലുണ്ട്. ഈ അടുത്തുണ്ട് ഒരു ഗേൾ ബേബി വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോന്നാ എന്നോട്ട് ആഗ്രഹിക്കണമെന്നറിയാമോ? ഇപ്പൊ ഈവൻ രണ്ടാമത്തവൻ ഡെലിവറി ആവുന്ന ഞാൻ പെണ്ണായിരിക്കും എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ആബേലു ഡെലിവറി ആവുന്ന സമയത്ത് ഇവളുടെ ഫേസ് ഒക്കെ വളരെ മോശമായിരുന്നു. അതെ, അപ്പൊ ഞാൻ രണ്ടാമത്തെ ബേബി ആയിട്ടുണ്ടായിരുന്നപ്പോഴാണ് ഒന്നുകൂടി മെച്ചപ്പെട്ടൊരു ലുക്ക് വന്നത്.
അപ്പൊ ഞങ്ങള് വിചാരിച്ചത് പെൺകൊച്ചായിരിക്കും. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാണ് ഹാർട്ട് ബീറ്റും ഞാനപ്പോ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനായിട്ട് ഇറ്റ്സ് എ ബേബി ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി ഇങ്ങനെ വെച്ചേക്കായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്നത് നേഴ്സുന്നുണ്ട്. ടീനടാണുള്ളത്. ഞാൻ പറഞ്ഞ ഹസ്ബൻഡാണ്, ആൺകുട്ടിയാട്ടോ. എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട് നിർത്താൻ പറ്റണില്ല. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു പെണ്ണ് എനിക്കാണ്. പക്ഷെ ഇവനാള് നമുക്ക് ആങ്കച്ചാലും പെങ്കച്ചാലും ഒന്നും കുഴപ്പമില്ല കേട്ടാ. നമ്മുടെ ആഗ്രഹം അങ്ങനെയാണെന്നുണ്ട്. പക്ഷെ ഒരു കുഴപ്പമില്ലാണ്ട് പിള്ളേരെ കിട്ടിയെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ടോമിയുടെ പെണ്ണ് കാണാൻ വന്നപ്പോ ടീന ചേച്ചിക്ക് ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? ജെന്റിൽമാൻ ലവിങ് ആൻഡ് കെയറിങ് അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളടുത്ത് സംസാരിക്കാൻ വേണ്ടി 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ വിടുന്ന ഒരു പേരുണ്ടല്ലോ, അങ്ങനെ വിട്ടിട്ട് ലാസ്റ്റ് വീട്ടുകാര് തിരിച്ചു വിളിക്കേണ്ടത് തിരിച്ചു നമുക്ക് തിരിച്ചു പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് അവനെ തിരിച്ചു വിളിച്ച് ഒരു 10 മിനിറ്റ് പറഞ്ഞ് വിട്ടിട്ട് ഞങ്ങൾ 1/2 മണിക്കൂർ. പെണ്ണുകാളെന്ന് പറയുമ്പോ എനിക്ക് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ വരും കേട്ടാ. ഞാൻ കുറെ സ്ഥലത്ത് പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. ഒരു ദിവസം കാലത്ത് ഇവളൊക്കെ പെണ്ണ് കാണാൻ വന്ന് ഉച്ച കഴിഞ്ഞ് വേറെ പെണ്ണ് കാണാൻ ഞങ്ങൾ കോട്ടയത്ത് പോയി. 5 പേരൊക്കെ 5 പേരൊക്കെ കണ്ടിട്ടുണ്ട് പെണ്ണ് പെണ്ണുകാണൽ വീരുണ്ടായിരുന്നത്. എന്താ പറയാ, ഞങ്ങള് വല്ല വഴിക്കൊക്കെ പോകുമ്പോഴല്ല അറ്റ് ലാസ്റ്റ് ഞങ്ങള് തൃശ്ശൂര് പോയൊരു സമയത്ത് അപ്പൊ ടോയന് പറയും ആ വഴിക്ക് ഞാൻ പെണ്ണ് കാണപ്പെട്ട് ഏതെങ്കിലും വഴി കാലടി അങ്ങനെ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ ടോയന് പറയുന്നത് ഇവിടെ ഞാൻ പെണ്ണ് കാണാൻ വന്നിട്ട്. എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ടെൻഷനാണ് പെണ്ണ് കാണാൻ പോകുമ്പോ. ഞാൻ പോണ വഴിക്ക് ഇടയ്ക്ക് ഇങ്ങനെ റോഡ് സൈഡിൽ നിർത്തി മൂത്രയിക്കാൻ പോകും. അതെനിക്ക് കുറ്റകരമായിട്ടോ, ആരോ ചെയ്യരുത്, കുറ്റകരമാണ്. അത് ഭാഗ്യന്റെ അവസ്ഥ മനസ്സിലായി. നമുക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് ആദ്യം മൂത്രയിക്കാൻ പോകണമെന്ന് പറയാൻ. അല്ല ഇതിന്റെ ആൻസർ പറയും. ടോനെ ഫസ്റ്റ് കണ്ടപ്പോ എന്തോ ടോന ഭയങ്കര ഡീസന്റ് ആയിട്ട് നല്ല ഒരു സുന്ദര കുട്ടപ്പനായിട്ടൊക്കെയാണ് ടോന വന്നിട്ടുള്ളത്. ടോനെ വേണമെങ്കിൽ ഞാൻ മാട്രിമോണിയിലെ ഫോട്ടോ കാണിച്ചു തരാട്ടോ. കാരണം കണ്ടു ഈ പറഞ്ഞ ടോനെ അല്ല, ഭയങ്കര നമ്മള് ഇതുപോലെ നിഷ്കു, പക്ക നിഷ്കു. ആ ഫോട്ടോ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാല് ഞാൻ എനിക്ക് പ്രായം തോന്നൂല. അത് കാരണം കുറെ പെണ്ണുങ്ങളുടെ ആലോചനകൾ പോയിട്ട് തോന്നണുണ്ടോ നിങ്ങൾക്കത്? ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവളെന്തോ ഡാൻസ് പാടാം, ഡാൻസ് കളിക്കാൻ പോയിക്കായിരുന്നു. ഡാൻസ് കളിക്കാൻ പോയിട്ട് വന്നതാണ്. ഡാൻസ് ഒക്കെ അടിപൊളിയായിട്ട് അറിയാന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് സത്യം മനസ്സിലായി. ടോം ചേട്ടന്റെ എവർ ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ടോം ചേട്ടന്റെ എവർ ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് മാറ്റണം എന്ന് തോന്നിയ ക്വാളിറ്റി എന്താ? സെയിം ക്വസ്റ്റ്യൻ തിരിച്ചു. നിങ്ങളുടെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് കൊറേ ക്വാളിറ്റി ഉണ്ട്. ഇങ്ങനെ ചിരിക്കണതൊക്കെ ഉള്ള ഒരു ബെസ്റ്റ് ക്വാളിറ്റി. പിന്നെ മാറ്റണം എന്ന് തോന്നിയത് ഇവിടെ കരച്ചില്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അപ്പൊ കരയും. That should be changed already now from now onwards. ടോനെ മാറ്റേണ്ടത് ദേഷ്യം. ടോനി കാണുന്ന ടോനെ അല്ല, ഭയങ്കര ഇവിടെ ദേഷ്യം. പിന്നെ എപ്പോഴാണെന്നില്ലട്ടോ ഞാൻ ദേഷ്യപ്പെടാറ്. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അടിയാവും. പിന്നെ എന്ത് കാര്യം അതുകൊണ്ട് ഇപ്പൊ നിർത്തി വെച്ച്. അതാണ് മാറ്റേണ്ട ഒരു ക്വാളിറ്റി. പിന്നെ പോസിറ്റീവ് ടോനെ പെട്ടെന്ന് ഫുൾ പോസിറ്റീവ് വൈബാണ്. ഞങ്ങൾക്ക് നെഗറ്റീവ്സ് ഇല്ല. പ്ലീസ് നോട്ട്, വി ഡോണ്ട് ഹാവ് എനി നെഗറ്റീവ്സ്, വി ഹാവ് ഓൺലി പോസിറ്റീവ്. പോസിറ്റീവ് മാത്രമേ നമ്മൾ സംസാരിക്കാറുള്ളൂ. പോസിറ്റീവ് മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ. ടീൻ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് പറയുമ്പോൾ ഞാൻ അപ്പൊ പോസിറ്റീവ് ആക്കി മാറ്റും. അതല്ല ടോന്റെ ക്വാളിറ്റി, ടോൻ പെട്ടെന്ന് എല്ലാവരും ഫ്രണ്ട്ലി ആവും. ടോൻ അങ്ങനെ പിന്നെ പേഴ്സണൽ ഒരു ഫ്രീഡം തരും. ഒരു ഫ്രണ്ട്ഷിപ്പിനാണെങ്കിലും എന്തിനാണെങ്കിലും ടോനെ എനിക്കൊരു പേഴ്സണൽ ഫ്രീഡം അതല്ല, അങ്ങനത്തെ അല്ല. ടോന് അങ്ങനെ ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ളതാ. ഇപ്പൊ അങ്ങനത്തെ ഒരു നല്ല ക്വാളിറ്റിയാണ്. രണ്ടുപേരുടെ പ്രൊഫഷൻ എന്താണ്? അല്ല നിന്റെ ജോലി പറയും. ഞാന് ഇൻഫോ പാർക്കില് സെയിൽസ് എന്ന് പറഞ്ഞ കമ്പനിയില് പേറോൾ അസോസിയേറ്റ് ആയിട്ട്. ഞാനിപ്പോ ഹണിവെൽ എന്ന് പറഞ്ഞ ഒരു കമ്പനി, ഒരു അമേരിക്കൻ കമ്പനിയാണ്. ആ കമ്പനിയുടെ സെയിൽസ് മാനേജറായിട്ട്, കേരള സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ ഇപ്പൊ 5 വർഷമായി അവിടെ ജോയിൻ ചെയ്തിട്ട് കുഴപ്പമില്ലാണ്ട് നൈസായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. എപ്പോഴാണ് ജോലി തിരക്കാന്ന് അറിയാൻ പറ്റില്ല. ഇപ്പൊ കൊറേ ആയിട്ട് ഇപ്പൊ ഞാൻ ലീവിലാട്ടോ. ഞാൻ മെറ്റേണിറ്റി ലീവിലാണ് ഇപ്പൊ. അതുകൊണ്ടാണ്. നിന്നെ പറ്റി ഇത് പറഞ്ഞില്ല.
അപ്പൊ സെക്കൻഡ് ഡെലിവറി എക്സ്പീരിയൻസ് അത് കൊറേ പേര് ചോദിച്ചിട്ടുണ്ട്, കൊറേ പേര് മെസ്സേജ് അതൊരു വ്ലോഗ് ആക്കാനൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയും. പിന്നെ ഫീഡിങ് നിർത്തിയത് അതിനൊക്കെ പറ്റി പറയാനൊക്കെ ആയിട്ടൊക്കെ പറയണ്ടായിരുന്നു. അത് ചെയ്യണോന്ന് നമ്മൾ ആലോചിക്കുവാണ്. എനിക്ക് ബോറടിക്കുമോ എനിക്ക് അറിയില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് അത് പറയണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയാണ്. നിങ്ങൾ പറയട്ടോ, പറയണോ വേണ്ട. സെക്കൻഡ് ബേബി എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വ്യത്യാസമായിരുന്നു. ഈ പറഞ്ഞ പോലെ ടോണി ബിരിയാണി കഴിച്ചില്ല, അതാണ് വ്യത്യാസം. കടലയും പരിപ്പാക്കി. ജൂൺ 6-ാം തീയതി ആണല്ലോ മോൻ ജനിച്ചത്. 1-ാം തീയതി വരെ ഞാൻ വർക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 6-ാം തീയതി ഡെലിവറി വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അതുവരെ ജോലിയായിരുന്നു. പിന്നെ 6-ാം തീയതിയാണ്, കുഴപ്പമില്ലായിരുന്നു. കുറച്ച് ടൈം പെട്ടെന്നായി മോനെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ എന്നാലും 1-ാം തീയതി വർക്ക് ചെയ്തെന്ന് പറയുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദ വർക്ക്. കണ്ണസ്ഥയിൽ വേദന കുറച്ച് കൂടുതലായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു സെക്കൻഡ് എക്സ്പീരിയൻസ്. പിന്നെ ഷുഗർ ഉണ്ടായിരുന്നില്ല, ഡയറ്റ് ആയിരുന്നു ഫുള്ള്. ആദ്യത്തില് ഭയങ്കര ഷുഗർ ഒക്കെ ആയിരുന്നല്ലേ? ഇൻസുലിനൊക്കെ കണ്ടിച്ച് ഞാനവിടെ കുത്തികൾ കയറ്റി ഇൻസുലിൻ എടുത്തോണ്ടിരുന്നു ഒരാഴ്ച. ചെറിയൊരു സന്തോഷമാണ് എനിക്ക് ഇഞ്ചക്ഷൻ എടുത്ത് തരുമ്പോ എനിക്ക് നല്ല സന്തോഷം കിട്ടുന്നത്. ഇങ്ങനെ തൊലിമ പിടിച്ചിട്ട് ഇങ്ങനെ കുത്തും. അതെ, പിന്നെ എക്സ്പേർട്ട് പുറത്തൊക്കെ പോയി ഇൻസുലിൻ കൊടുക്കാന് സെറ്റപ്പായി നമ്മള് കേട്ടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ആരാ ചോദിച്ചത്, ഞാൻ പേരൊന്നും നോട്ട് ചെയ്തിട്ടില്ല. ചേച്ചിയെ പെട്ടെന്ന് ഒരു രാത്രി കാണാതായാലും ടോം ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഇത് എവിടെ പോയാലും വന്നോളൂ. അത് നമുക്ക് നോക്കണം. ഇനി ആരും കൊണ്ടുപോകാനാ, തിരിച്ചു വന്നോളൂ. കാരണം സമാധാനമായി കിടന്ന് ഉറങ്ങും ഞാനൊന്ന്. അപ്പൊ ഞാൻ എന്നെ കൊണ്ടുപോയി അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഒരു ദിവസം ഇല്ല. രാത്രി രാത്രി എന്നെ കാണാനില്ല. ഒളിച്ചോടി പോയി വിചാരിക്കുന്നു വേറെ പെണ്ണിന്റെ ഒപ്പം. കുറച്ച് വിശേഷങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ പാർട്ട് 2 ആയിട്ട് വേഗം തന്നെ 1-2 ദിവസത്തിനാകും വരാട്ടോ. അപ്പൊ ബാക്കിയുള്ള നിങ്ങൾക്ക് അതിൽ കാണാം. അപ്പൊ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് చాలా പദങ്ങൾ ചെയ്തു പോകുന്നത്. എന്നാലും എനിക്ക് ഞാൻ ടീനൊക്കെ അല്ല അത് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ലൈക്ക് ചെയ്യാൻ, റിപ്ലൈ കൊടുക്കാനൊക്കെ ആയിട്ട്. സോ കം ഓൺ ഗൈസ്, ജസ്റ്റ് ഡു ഇറ്റ്. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. എല്ലാവരും നല്ല സേഫ് ആയിട്ട് ഇരിക്കാം. മാസ്കും ഗ്ലൗസും സാനിറ്റൈസറും ബി സേഫ്. ഓക്കെ, നമ്മളെല്ലാവരും ഇതിനെ അതിജീവിക്കും. ഈ സമയം കടന്നു പോകും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ. ബൈ.